ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെം ഹിസ്റ്ററിയുടെ മൂന്നാമത്തെ ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് മൂന്നാമത്തെ ബ്ലോക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സ് ഉണ്ട്, ഞാൻ എപ്പോഴും പറയുന്നതാണ്. പക്ഷേ ഈ നോട്ട്സ് നിങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ ചൂഷണം ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും ഉത്തമമായ വാക്ക്. എന്നെ ചൂഷണം ചെയ്യുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം പല നോട്ട്സും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വളരെ തുച്ഛമായ വിലക്ക് നിങ്ങൾ പുറത്തു കൊടുക്കുന്നതായിട്ട് എൻ്റെ അറിവിൽ വന്നു. കാരണം ഈ കൂട്ടത്തിൽ തന്നെ നല്ല ആളുകളും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരെനിക്കതിൻ്റെ വിവരം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം എഴുതാനാണ് ഈ നോട്ട് വാങ്ങിക്കണമെന്നൊരു ഓർമ്മ കൂടി നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ. വേറെ കൂടുതലൊന്നും പറയില്ല. പിന്നെ മാത്രമല്ല, ഞാൻ അതിൻ്റെ പിന്നാലെ നടപടി എടുത്തു കഴിഞ്ഞാൽ ആരൊക്കെ കൈമാറി പോയോ അവരൊക്കെ അതിൽ പെടും. അപ്പോൾ ആ ഒരു ഓർമ്മയോട് കൂടിയിട്ട് ആവണം നിങ്ങൾ ചെയ്യണത്. എന്തായാലും നന്മ ഉദ്ദേശിച്ചാണ് ഞാൻ ചെയ്യണത്, നിങ്ങൾ അതായിരിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മൂന്നാമത്തെ ബ്ലോക്കിൻ്റെ പേര് സെക്കൻഡ് അർബനൈസേഷൻ എന്നാണ്, രണ്ടാം നഗരവൽക്കരണം എന്നാണ്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് 16 മഹാജനപദാസാണ്, 16 മഹാജനപദങ്ങളെക്കുറിച്ചാണ്. ഇതിലാദ്യം വരുന്നത് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മഹാജനപദാസ്. മഹാജനപദങ്ങളുടെ ഉത്ഭവവും പരിണാമവുമാണ്. കുറച്ചധികം ഉണ്ട് ഈ യൂണിറ്റ് കേട്ടോ. BC 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്തോ ഗംഗാ സമതലത്തിലേക്കും മധ്യഗംഗാ സമതലത്തിലേക്കും ഇന്ത്യയുടെ മറ്റ് വടക്കൻ മേഖലയിലെ സമുദായങ്ങൾ പ്രത്യേക രാഷ്ട്രീയ യൂണിറ്റുകളായിട്ട് ഇങ്ങനെ ഉയർന്നു വന്നു. ഈ ഗ്രൂപ്പുകൾ അഥവാ ഈ പദങ്ങൾ പ്രത്യേക ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരുടേതായ വംശീയ പശ്ചാത്തലമുള്ള ഒരു വിഭാഗമായിരുന്നു എന്നാണ്. ഇവർ സ്വഭാവത്തിൽ നാടോടികളായിരുന്നു. അതായത് പൂർണ്ണമായിട്ടും നാടോടികളെ മാറി പോകുന്നവരല്ല, അർദ്ധ നാടോടികളായിരുന്നു. പിൽക്കാല വേദകാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ ഇവർ സ്വയം ജനപദങ്ങൾ എന്നറിയപ്പെടുന്ന ചെറിയ പ്രിൻസിപ്പാലിറ്റികളായി രൂപാന്തരപ്പെട്ടു. ഈ ജനപദങ്ങൾ എന്നാൽ ആളുകൾ അവരുടെ നിയന്ത്രണം സ്ഥാപിച്ച സ്ഥലങ്ങൾ എന്നാണ് അർത്ഥം. ജന എന്നാൽ ജനങ്ങൾ എന്നും പാത എന്നാൽ കാൽപാദം എന്നുമാണ്. അപ്പോൾ ഈ രണ്ട് യൂണിറ്റുകൾ ഈ രണ്ട് പദങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഒരർത്ഥം തന്നെയാണ് ഈ ജനപദം എന്നതുകൊണ്ട് ഉണ്ടാകുന്നത്. മഹാജനപദങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സ്വന്തം നിയന്ത്രണമുള്ള മഹത്തായ രാജ്യങ്ങൾ എന്നാണ് മഹാജനപദങ്ങൾ എന്നതിൻ്റെ അർത്ഥം. തുടക്കത്തിൽ സമൂഹത്തെ അവരുടെ സാമൂഹിക സാമ്പത്തിക നിലയെ അടിസ്ഥാനമാക്കി 22 മഹാജനപദങ്ങൾ ഉണ്ടായിരുന്നു. കാലക്രമേണ വികസനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തിയപ്പോൾ ശക്തമായ 16 മഹാജനപദങ്ങൾ ഉയർന്നു വന്നു. പ്രാദേശിക ബോധം ഒരു നിശ്ചിത പ്രദേശത്തോടുള്ള അടുപ്പത്തിന് കാരണമായി. അത് ആവശ്യമായ നവീന സാമൂഹിക മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു. ഈ സാഹചര്യത്തിൽ സമൂഹം സ്വയം കുടുംബങ്ങളായിട്ട് വിഭജിച്ചു. ഓരോരുത്തർക്കും അവരുടെ ഗോത്രങ്ങളിൽപ്പെട്ട പ്രത്യേക നേതാക്കളും ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തെ സംബന്ധിച്ച രേഖകളിൽ കാണുന്നത് പോലെ കുലങ്ങൾ അഥവാ ഉയർന്ന ഉന്നത കുടുംബങ്ങളുടെ രൂപീകരണവുമായിട്ടത് തുല്യതപ്പെടുത്തും. ഈ അവസ്ഥ പ്രതിരോധവും യുദ്ധവും ആവശ്യമായി. അതായത് ആ അവസ്ഥയ്ക്ക് അങ്ങനെ ശക്തമായ പ്രദേശങ്ങൾ ഉയർന്നു വന്നപ്പോൾ അത് പ്രതിരോധത്തിനും യുദ്ധമൊക്കെ ആവശ്യമാക്കി തീർത്തു. ഇത് സൈനിക ഗ്രൂപ്പുകൾ രൂപീകരിക്കാനും വരെ പ്രേരിപ്പിച്ചു. അങ്ങനെ ജനപദ രാഷ്ട്രം സ്ഥാപിക്കുന്നതിൽ സ്വാധീനം ചെലുത്തി. പാണിനിയുടെ കൃതികളിൽ പറയുന്ന അനുസരിച്ച് ജനപദത്തിൻ്റെ ഘട്ടങ്ങൾ 4 പാണിനിയുടെ ഗ്രന്ഥത്തിൽ 4 ജനപദ ഘട്ടങ്ങൾ പറയുന്നു. അതിൽ ഒന്നാമത്തെ ഘട്ടം അല്ലെങ്കിൽ ഗോത്ര ഘട്ടമാണ്. രണ്ടാമത്തത് കുലം അഥവാ കുടുംബഘട്ടം. മൂന്നാമത്തത് ജനപദിൻ അഥവാ സൈനിക ഗ്രൂപ്പിൻ്റെ ഘട്ടം. നാലാമത്തത് ജനപദ ഘട്ടം. അങ്ങനെ 4 ഘട്ടങ്ങളാണ് പാണിനി തൻ്റെ ഗ്രന്ഥത്തിൽ ജനപദങ്ങളുടെ ഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നത്. BC 6-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ രാഷ്ട്രീയ ജനപദങ്ങൾ ചിലത് വളരെ വ്യതിരിക്തമായ അതിരുകളോട് കൂടിയ ഒന്നിലധികം നഗരവ്യവസ്ഥകളെ പിന്തുണക്കുന്ന സ്വന്തം തലസ്ഥാനങ്ങളോട് കൂടിയ രൂപത്തിൽ നിലവിൽ വന്നു. മധ്യഗംഗാ സമതലത്തിൽ നിന്നാണ് അതിൻ്റെ ഉദയം ഉണ്ടായിട്ടുള്ളതെങ്കിലും അത് വൈകാതെ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയും ചെയ്തു. BC 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഒരു സാർവത്രിക പ്രതിഭാസമായിട്ടത് മാറി. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എല്ലായിടത്തും കാണുന്ന ഒരു പ്രതിഭാസമായിട്ടത് മാറി. അങ്ങനെ പുതിയതായി ഉയർന്നു വന്ന മഹാജനപദങ്ങളെ വ്യവസ്ഥാപിതമായൊരു രാജ്യത്തിൻ്റെ സവിശേഷതകൾ കാണിക്കുന്ന ഒരു പ്രോട്ടോ എലൈറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. എങ്കിലും പിന്നീടുള്ള ഘട്ടത്തിൽ മഗധ അതിൻ്റെ ഭരണാധികാരിയായ അജാതശത്രുവിൻ്റെ ഭരണത്തിന് കീഴിൽ ഒരു സമ്പൂർണ്ണ രാജ്യമായിട്ട്, മഗധ എന്ന് പറയുന്നത് മഹാജനപദങ്ങളിൽ ഒന്നാണ് കേട്ടോ, ഒരു സമ്പൂർണ്ണ രാജ്യമായിട്ട് ഉയർന്നു വന്നു. നഗരങ്ങളുടെയും രാഷ്ട്രത്തിൻ്റെയും പരിണാമം 1500 വർഷത്തിനിടയിലുണ്ടായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, സാങ്കേതിക വികാസങ്ങളുടെ ഫലമായിട്ടുണ്ടായതാണ്. ലളിതമായ ഗ്രാമങ്ങൾ പട്ടണങ്ങളായി വികസിക്കുന്നത് പോലെയുള്ള മാറ്റങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് ഈ നീണ്ട കാലയളവ് സാക്ഷ്യം വഹിച്ചു.
പട്ടണങ്ങൾ നഗരങ്ങളായിട്ടും ഒടുവിൽ നഗരങ്ങൾ മഹാനഗരങ്ങളായി മാറിയത് ഒരു വലിയ പരിണാമമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനെ ഒറ്റയടിക്ക് ക്രോഡീകരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പുരാവസ്തു സാഹിത്യ വിവരങ്ങളനുസരിച്ച് പ്രധാന വഴിത്തിരിവുകളും അവയുടെ സമയക്രമങ്ങളും ഒരു പ്രത്യേക രീതിയിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് രീതി നോക്കുക. ഘട്ടങ്ങളായിട്ടാണ് കേട്ടോ. ഘട്ടം 1 എന്ന് പറയും. ഒന്നാമത്തെ ഘട്ടത്തെ ഘട്ടം 1 അത് ജനപദങ്ങൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ എന്നിവ അടങ്ങുന്ന ഘട്ടം. അതായത് BC 1800 BC 800 ഇടയിലുള്ള കാലഘട്ടം. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടം. പൊതുവെ അംഗീകരിച്ചതാണ്. മറ്റത് നമ്മൾ പാണിനിയുടെ ഗ്രന്ഥത്തിൽ കാണുന്ന ഘട്ടമാണ് പറഞ്ഞത് കേട്ടോ. രണ്ടാമത്തെ ഘട്ടം 2 അവിടെ നഗരങ്ങളും മഹാജനപദങ്ങളും ഉയർന്നു വന്ന ഘട്ടം. BC 800 മുതൽ 400 വരെയുള്ള കാലഘട്ടം. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളാണല്ലോ. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഘട്ടം 3 മെട്രോപോളിസും സാമ്രാജ്യവും രൂപം കൊണ്ട കാലഘട്ടം. BC 400 മുതൽ BC 100 വരെയുള്ള കാലഘട്ടം. BC 800 മുതൽ 400 വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ നഗരങ്ങൾ ഉൾക്കൊള്ളുന്ന മഹാജനപദങ്ങൾ രൂപാന്തരപ്പെട്ടു വന്നു. മൂന്നാം ഘട്ടത്തിൽ നമ്മുടെ ഭൂഖണ്ഡത്തിൽ ആദ്യമായിട്ടൊരു സാമ്രാജ്യത്തിൻ്റെ, നമ്മുടെ ഇന്ത്യ ഭൂഖണ്ഡത്തിൽ ആദ്യമായിട്ടൊരു സാമ്രാജ്യത്തിൻ്റെ സാന്നിധ്യം കാണാൻ തുടങ്ങി മൂന്നാമത്തെ ഘട്ടത്തിൽ. അതാണ് ആ ഘട്ടത്തിൻ്റെ പ്രത്യേകത. ഈ മഹാജനപദങ്ങൾ എന്നറിയപ്പെടുന്ന ഈ പുതിയതായി ഉയർന്നു വന്ന രാഷ്ട്രങ്ങൾ കല, വാസ്തുവിദ്യ, അതുപോലെ സാങ്കേതിക മുന്നേറ്റങ്ങൾ, ശാസ്ത്രപരിജ്ഞാനം, വൈദ്യശാസ്ത്രം, ഭരണം, സാമൂഹിക ജീവിതം, സാംസ്കാരിക പുരോഗതി, സമ്പദ് വ്യവസ്ഥ, ഇതിലൊക്കെ നല്ല പുരോഗതി, ഗണ്യമായ പുരോഗതി കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി 16 മഹാജനപദങ്ങൾ ഞാനൊന്ന് വെറുതെ അങ്ങോട്ട് പറഞ്ഞു പോവാം കേട്ടോ. കാണാൻ പഠിക്കുകയാണല്ലോ. പിന്നെ ഓരോന്നിനെ കുറിച്ച് നമുക്ക് പ്രത്യേകം സെപ്പറേറ്റ് വരുന്നുണ്ട്, അവിടെ പറയാം. കോശി, കോസലം, അംഗ, മഗധ, വജ്ജി, മല്ല, ചേതി, മത്സ്യ, കുരു, പാഞ്ചാല, പിന്നെ അതുപോലെ വത്സ, സുരസേന, അസഗ, അവന്തി, ഗാന്ധാര, കംബോജ കേട്ടോ. ഇത്രയാണ് 16 മഹാജനപദങ്ങൾ. അപ്പോൾ അതിലൊന്നാണ് മഗധ എന്ന് കണ്ടില്ല. ഇനി ഇതിനെക്കുറിച്ചുള്ള സോഴ്സുകളാണ്. അതായത് ഏതൊരു വിഭാഗത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിലും, ഏത് കാലഘട്ടത്തിൻ്റെ ചരിത്രം പഠിക്കുകയാണെങ്കിലും അത് പുനർനിർമ്മിക്കുന്നതിന് കുറേ സ്രോതസ്സുകളും നമ്മൾ കണ്ടെത്തും. അതായത് ഉറവിടങ്ങൾ നമ്മൾ കണ്ടെത്തും. സോഴ്സസ് എന്നാ പറയാം. ആ ഉറവിടങ്ങൾ ഏതിനെക്കുറിച്ച് പഠിക്കണമെങ്കിലോ, ഏത് ചരിത്രത്തെ ആയാലും ഏത് കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കണമെങ്കിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഈ സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഉറവിടങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 16 മഹാജനപദങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ പ്രധാനം സാഹിത്യപരവും പുരാവസ്തു സ്രോതസ്സുകളുമാണ് കേട്ടോ. പല മഹാജനപദങ്ങളെയും കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകാൻ പാലി സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. 16 മഹാജനപദങ്ങളെയും കുറിച്ച് വിവരം നൽകുന്ന ഗ്രന്ഥമാണ് അംഗുത്തര നികായം, അഷ്ടധ്യായി എന്നുള്ള ഗ്രന്ഥങ്ങൾ. അഷ്ടധ്യായിയിൽ 9 മഹാജനപദങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അംഗുത്തര നികായം എന്ന് പറയുന്ന ബുദ്ധമത ഗ്രന്ഥത്തിൽ 16 മഹാജനപദങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ തുടർന്ന് എന്ത് ചെയ്തു, പുരാവസ്തു തെളിവുകൾ, അതായത് 1 9 കാണും, 1 16 കാണുമ്പോൾ ഏതാണ് ശരിയെന്ന് അറിയണമല്ലോ ചരിത്രകാരന്മാർക്ക്. അപ്പോൾ അവർ എന്ത് ചെയ്തു, പുരാവസ്തു തെളിവുകളെ കൂടി അതിൽ ഉൾപ്പെടുത്തി പഠനം നടത്തിയപ്പോൾ 16 മഹാജനപദങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അഥർവവേദത്തിലെ പ്രതിസൂക്തം വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്ന, യാതൊരു തടസ്സവുമില്ലാതെ ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുന്ന വിവിധ ജനപദങ്ങളെക്കുറിച്ചുള്ള ആകർഷകമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. മഹാഭാരതത്തിലും ഈ രാഷ്ട്രീയ രൂപീകരണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ. അപ്പോൾ നമ്മൾ 16 മഹാജനപദങ്ങളെക്കുറിച്ച് വിവരം നൽകുന്ന സോഴ്സസ് വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് അബൌട്ട് 16 മഹാജനപദാസ് എന്ന് വെച്ചാൽ ഏതാണ് നമ്മൾ പറയേണ്ടത്? സാഹിത്യ ഗ്രന്ഥങ്ങൾ, പിന്നെ പുരാവസ്തു തെളിവുകൾ, ബുദ്ധമത ഗ്രന്ഥങ്ങൾ, പിന്നെ ഏതാന്ന് പറഞ്ഞത് നമ്മൾ പ്രതിസൂക്തം കേട്ടോ. അഥർവവേദത്തിലെ പ്രതിസൂക്തം ഇതൊക്കെയാണ്. അത് സാഹിത്യത്തിൽ വരും, എന്നാലും അതൊന്ന് പേരും കൂടി പറഞ്ഞിടുക. ഇത്രയാണ് അതിലെ സോഴ്സുകളായിട്ട് വരുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് മഹാജനപദങ്ങളുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ്, മധ്യ ഗംഗാ സമതലങ്ങൾ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇരുമ്പ് ലഭ്യതയുടെ വ്യാപകമായ ലഭ്യത, അതിൻ്റെ ഉപയോഗവും മഹാജനപദങ്ങളുടെ വളർച്ചയെ സ്വാധീനിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇരുമ്പിൻ്റെ ലഭ്യത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തടാകങ്ങൾ, നദികൾ മുതലായവയുടെ രൂപീകരണത്തിലുള്ള ജലസ്രോതസ്സുകളുടെ ലഭ്യത, ഫലപുഷ്ടമായ മണ്ണിൻ്റെ സാന്നിധ്യം, കാലാവസ്ഥ, ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങൾ എന്നിവ ഈ പ്രദേശങ്ങളിലെ നഗരകേന്ദ്രങ്ങളുടെയും ജീവിതശൈലിയുടെയും വളർച്ചയെ വളരെയധികം സ്വാധീനിച്ച, അല്ലെങ്കിൽ അതിന് വളരെയധികം സംഭാവന നൽകിയ ഘടകങ്ങളാണ്. ഇരുമ്പ് ഉപകരണങ്ങൾ, ആയുധങ്ങളും മറ്റു നിർമ്മാണത്തിന് വേണ്ടി ഇവരെ സഹായിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഗ്രോത്ത് ഓഫ് അതിലെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഓരോന്ന് പറയാം. ആദ്യം വരുന്നത് ഇരുമ്പിൻ്റെ ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചറാണ്, കൃഷിയുടെ വളർച്ച.
അനുകൂലമായ ഘടകങ്ങൾ കാർഷിക വളർച്ചയെയും മിച്ചോൽപാദനത്തെയും അഭൂതപൂർവമായ രീതിയിൽ തഴച്ചു വളരാൻ സഹായിച്ചു. ഇത് സമ്പദ് വ്യവസ്ഥയുടെ വർധനവിനും അവരെ സഹായിച്ചു. കൃഷിയുടെയും മറ്റനുബന്ധ പ്രവർത്തനങ്ങളുടെയും വളർച്ചയ്ക്കൊപ്പം വ്യാപാര പ്രവർത്തനങ്ങളും വാണിജ്യ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു. മറ്റു മഹാജനപദങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ നിന്നോ ഒക്കെയുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മഹാജനപദങ്ങൾ സൈനികരെയും നിലനിർത്തിയിരുന്നു. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് മൊണാർക്കീസ് ആൻഡ് റിപ്പബ്ലിക്സ് ആണ്. രാജഭരണവും റിപ്പബ്ലിക്കുകളും. 6-ാം നൂറ്റാണ്ട് മുതൽ ഈ പ്രദേശങ്ങൾ സ്വയം രാജവാഴ്ചയായിട്ടും മഹാജനപദങ്ങൾ എന്നറിയപ്പെടുന്ന റിപ്പബ്ലിക്കുകളായിട്ടും സ്വയം തിരിച്ചറിയപ്പെടാൻ തുടങ്ങിയതോടെയാണ് ഈ യൂണിറ്റുകളുടെ നവീകരണം ഉണ്ടായത്. കൗടില്യൻ്റെ മഹത്തായ ഓപ്പസ് കൃതിയായ അർത്ഥശാസ്ത്രത്തിൽ അവതരിപ്പിച്ച സപ്താംഗ സിദ്ധാന്തമനുസരിച്ച് 7 അംഗങ്ങളുടെ സിദ്ധാന്തം സപ്താസൈന്ധവം നമ്മൾ നേരത്തെ പഠിച്ചത് സപ്താംഗ തത്വം അനുസരിച്ച് പുതിയതായി രൂപീകരിച്ച പ്രദേശ യൂണിറ്റുകളെ രാജാവ്, മന്ത്രി, രാജ്യം, കോട്ടകൾ, സൈന്യം, ട്രഷറി തുടങ്ങിയ രാഷ്ട്രത്തിന് ആവശ്യമായ ഉപകരണങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രക്രിയകളിലൂടെ ഒരു പൂർണ്ണ മുന്നണി രാഷ്ട്രത്തിൻ്റെ മാനദണ്ഡങ്ങൾ നിറവേറ്റുന്നതായിട്ട് സൂചന ലഭിച്ചിട്ടുണ്ട്. കാശി, കൗസാംബി, പടലിപുത്രം, വൈശാലി, ഉജ്ജയിനി, തക്ഷശില, ശ്രാവസ്തി തുടങ്ങിയ നഗരങ്ങൾ വ്യാപാര വാണിജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിട്ടും ഉയർന്നു. അതുവഴി രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ഉയർന്നു. ഇനി മൂന്നാമത്തെ സവിശേഷത ചാതുർവർണ്ണ്യ സിസ്റ്റമാണ്. ചാതുർവർണ്ണ്യ സമ്പ്രദായം. ക്ഷത്രിയർ, വൈശ്യർ എന്നീ വർണ്ണങ്ങളുടെ രീതിയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അന്നേ വരെ സമൂഹത്തിലുണ്ടായിരുന്ന 4 വർണ്ണങ്ങളും മഹാജനപദ കാലഘട്ടത്തിലും തുടർന്നു പോന്നു. വളർന്നു വന്ന വാണിജ്യ പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ വ്യാപാര പ്രവർത്തനങ്ങളുടെ വ്യാപാരി വർഗമായ വൈശ്യർ സമ്പന്നരായിത്തീർന്നു. ഭരണാധികാരികൾ അവരിൽ നിന്ന് കൂടുതൽ നികുതി ഈടാക്കി ഖജനാവ് നിറക്കുകയും ചെയ്തു. തൊഴിലിൻ്റെ സ്പെഷ്യലൈസേഷനുകൾ കൃഷിക്കാർ, വ്യാപാരികൾ, കരകൗശല തൊഴിലാളികൾ തുടങ്ങിയ ജാതികളെ രൂപം കൊള്ളിച്ചു അല്ലെങ്കിൽ സൃഷ്ടിച്ചു. ഇത് ചാതുർവർണ്ണ സമ്പ്രദായം എന്നറിയപ്പെടുന്ന സമൂഹത്തിലെ 4 വർണ്ണങ്ങൾക്കുള്ളിൽ തന്നെ ഒതുങ്ങി അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ വന്നു. അന്നത്തെ സമ്പ്രദായത്തിൽ പരിഗണിക്കപ്പെട്ട ആചാരപരമായ നിലയെ അടിസ്ഥാനമാക്കി വർണ്ണങ്ങളെ തരംതിരിച്ചപ്പോൾ സമ്പത്ത്, ഭൂമി, പദവി, സൈനികം, അതൊക്കെയാണ് സമ്പത്ത്, ഭൂമി, പദവി, സൈനികം തുടങ്ങിയ ഘടകങ്ങൾ അതിൻ്റെ ആവിർഭാവത്തിലും വളർച്ചയിലും പ്രധാന പങ്ക് വഹിച്ചതായിട്ട് കണ്ടെത്താനായിട്ടുണ്ട്. ഒരു സമൂഹം എന്ന നിലയിൽ പ്രത്യേക കാലയളവിൽ അവർ നിർവഹിക്കേണ്ട തൊഴിൽ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ജാതികൾ. ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട സ്രോതസ്സുകൾ അനുസരിച്ച് ഈ പ്രദേശങ്ങളിൽ പ്രബലമായ 4 വർണ്ണങ്ങളാണ്. താരതമ്യപ്പെടുത്തുമ്പോൾ അതിന് 18 ഉപജാതികൾ ഉണ്ടായിരുന്നു എന്ന് പറയും. ആ 4 വർണ്ണങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ അതിലേറെ ഉണ്ട് 18 ഉപജാതികൾ ഉണ്ടായിരുന്നു. ഇനി കണ്ടീഷൻ ഓഫ് വിമൺ, സ്ത്രീകളുടെ അവസ്ഥ. ചില മഹാജനപദങ്ങളിൽ പ്രത്യേകിച്ച് ഗംഗാ തടത്തിലൊക്കെയുള്ള അതിന് സമീപമൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ സ്ത്രീകളുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. കാരണം അവർ പുരുഷന്മാർക്ക് തുല്യമായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നില്ല. മാത്രമല്ല പുരുഷ നിയമങ്ങളെയും അതുപോലെ പുരുഷനാജ്ഞകളെയും മറ്റും എതിർക്കാതെ അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരായി എന്നുള്ളതും അവരെ മോശം സാഹചര്യത്തിലേക്ക് എത്തിച്ചു. എന്നാൽ സ്വയംവരം അതുപോലെ വധുവിനെ കൊണ്ട് സ്വന്തം വരനെ തിരഞ്ഞെടുക്കുന്ന രീതി ചില പ്രിൻസിപ്പാലിറ്റികളിലെങ്കിലും ഉണ്ടായിരുന്നു. അതേസമയം മറ്റു ചിലർ അവരുടെ രാജ്യങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും നിരോധിക്കുകയും ചെയ്തു. അപ്പോൾ പല മഹാജനപദങ്ങളിൽ സ്ത്രീകളുടെ അവസ്ഥ പല വിധത്തിലാണ് ദർശിക്കപ്പെട്ടത്. അതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു സവിശേഷതയാണ് ദ സിസ്റ്റം ഓഫ് സ്ലേവറി, അടിമത്ത സമ്പ്രദായത്തെക്കുറിച്ച്. കുറ്റവാളികൾ, ബന്ദികൾ, കടക്കാർ തുടങ്ങിയ ആളുകളെ അവരെന്താക്കി അടിമകളാക്കി നിലനിർത്തുന്ന ഒരു സമ്പ്രദായം അവരുടെ ഇടയിൽ മഹാജനപദങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. മനുഷ്യാവകാശങ്ങൾ, വ്യക്തി സ്വാതന്ത്ര്യം ലംഘിക്കപ്പെട്ടു എന്നല്ല കേട്ടോ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ള ഉന്നതാധികാരികൾക്ക് അടിമകളെ സമ്മാനമായിട്ട് നൽകിയ അപൂർവ സന്ദർഭങ്ങളും ഉണ്ടായിട്ടെന്ന് പറയുന്നു. അപ്പോൾ യജമാനന്മാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അപ്പോൾ ഒരടിമയ്ക്ക് യജമാനന്മാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവൻ്റെ യജമാനനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ അല്ലെങ്കിൽ പണം നൽകുന്നതിലൂടെ മാത്രമേ സാധ്യമായിരുന്നുള്ളൂ. ആ രീതിയിലാണ് അടിമത്തം. അതായത് യജമാനന് ഒന്നുകിൽ പണം കൊടുക്കണം, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന അനുസരിച്ച് അദ്ദേഹത്തെ ഏത് രീതിയിലാണോ പ്രീതിപ്പെടുത്തേണ്ടത് ആ രീതിയിൽ പ്രീതിപ്പെടുത്തിയാൽ സ്വാതന്ത്ര്യം കിട്ടും എന്നുള്ള ഒരവസ്ഥയാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്. ഇനി എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസം ബ്രാഹ്മണർക്കും മറ്റു ഉയർന്ന ജാതിക്കാർക്കും മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാർക്ക് എന്തില്ല, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. വേദങ്ങൾ, പുരാണങ്ങൾ, വ്യാകരണം, ശാസ്ത്രം, ഗണിതം, അതുപോലെ സാഹിത്യം, യുക്തി, തത്വചിന്ത ഇതൊക്കെ ആര് പഠിച്ചിരിക്കണം? ബ്രാഹ്മണർ പഠിച്ചിരിക്കണം എന്ന് നിർബന്ധമായിരുന്നു. അവർ ലിഖിത കൈപ്പുസ്തകങ്ങളോ കയ്യെഴുത്ത് പകർപ്പുകളോ നിരുത്സാഹപ്പെടുത്തിയിട്ട് പകരം വാമൊഴിയായിട്ടുള്ള അറിവിനെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വാമൊഴിയായിട്ട് അറിവ് പകർന്നു കൊടുക്കുന്നതിനെയാണ് അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. താഴ്ന്ന ജാതിയിലുള്ളവർക്ക് അവരുടെ ജാതി പാരമ്പര്യം അനുസരിച്ച് പശു വളർത്തൽ,
കൃഷി അങ്ങനെയുള്ള തൊഴിലുകളിൽ മാത്രമേ ഏർപ്പെടാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അവർക്ക് പഠന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കാലഘട്ടത്തിലെ പ്രധാന പഠന കേന്ദ്രങ്ങളായിരുന്നു തക്ഷശിലയും കാശി തക്ഷശില കേട്ടോ. ഇനി അടുത്തൊരു സവിശേഷതയാണ് പ്രോപ്പർട്ടി ഓണർഷിപ്പ്, സ്വത്തുടമസ്ഥാവകാശം. സ്വത്ത് വ്യക്തിഗതമായിട്ട് വിഭജിക്കുന്നതിന് പകരം ഗ്രൂപ്പുകളിൽ വിഭജിക്കപ്പെടുകയാണ് ചെയ്തിരുന്നത്. അതിനാൽ അത് കൂട്ടായ രീതിയിൽ തലമുറകളിലേക്ക് കൈമാറി. ഇതിനർത്ഥം അവർ ഒരിക്കലും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം ആസ്വദിച്ചിട്ടില്ല എന്നല്ല കേട്ടോ. വാസ്തവത്തിൽ അവരവരുടെ ജീവിതത്തിലെ മറ്റെല്ലാ സ്വകാര്യ പ്രവർത്തനങ്ങളും ചെയ്തിരുന്നു. സ്വത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു അവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ. യുദ്ധകാലത്തും സമാധാന കാലത്തും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യം വന്നപ്പോഴൊക്കെയും അവരെന്ത് ചെയ്തിട്ടുണ്ട്? സാമുദായിക പ്രേരണകളാലും സാഹോദര്യ വികാരത്താലും ഒരു ഏകീകൃത യൂണിറ്റായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് ഐക്യം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു രീതി അതായതുകൊണ്ട് സ്വത്ത് അങ്ങനെ കൂട്ടായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് മാത്രം കേട്ടോ. ഇനി ടെറിറ്റോറിയൽ മൊബിലിറ്റിയാണ് അടുത്തത്. പ്രാദേശിക ചലനാത്മകത. ജനങ്ങളിൽ നിന്ന് എന്ന് പറയുന്നത് ജനങ്ങളാണ്. അതിൽ നിന്ന് മഹാജനപദങ്ങൾ അതുകൊണ്ട് എന്താണ്ടായ പ്രാദേശിക ചലനാത്മകതയും ജീവിതവും അതിൻ്റെ സ്വഭാവ സവിശേഷതകളായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ പരിവർത്തനം അല്ലെങ്കിൽ മാറ്റം സംഭവിച്ചപ്പോൾ അവർ നേടിയ പ്രദേശങ്ങളെ അടിസ്ഥാനമാക്കി അവർ ആ സിസ്റ്റത്തെ പിന്തുടരാൻ തുടങ്ങി. സ്വന്തം പ്രാദേശിക വിപുലീകരണ നയങ്ങളുള്ള ഒരു സ്ഥിരമായ ജീവിത രീതിയാണ് അവർ തിരഞ്ഞെടുത്തത്. ഈ ഗോത്രങ്ങൾ ഒരിക്കലും തങ്ങളുടെ മൃഗപരിപാലന പ്രവർത്തനങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. അതായത് എത്ര പുരോഗതി അവർ കൈവരിച്ചെങ്കിലും അവരെന്ത് ചെയ്തിട്ടില്ല, അവരുടെ ആ പഴയ മൃഗപരിപാലന രീതിയെ അവർ എന്ത് ചെയ്തിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുന്നത്. ആ ഇടയ ജീവിതം മറക്കാതെയുള്ള ഒരു നാഗരിക ജീവിതമാണ് ആര് മുന്നോട്ട് കൊണ്ടുവരുന്നത്? മഹാജനപദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇനി ഗ്രോത്ത് ഓഫ് ട്രേഡാണ്, വ്യാപാരത്തിൻ്റെ വളർച്ച. അവർ തങ്ങളുടെ പ്രദേശത്തിനകത്തും പുറത്തും കാർഷിക വ്യാപാര സംബന്ധിയായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മഹാജനപദങ്ങളിലെ ജനങ്ങൾ പുതിയ വ്യാപാര പാതകൾ കണ്ടെത്തിയിട്ട് തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ മേധാവിത്വം ശക്തിപ്പെടുത്താനും അവരതേസമയം ശ്രമിച്ചു. സമ്പത്ത് കുമിഞ്ഞു കൂടിയപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ സംസ്കാരവും ജീവിത നിലവാരവും മെച്ചപ്പെട്ടു. അവർ തങ്ങളുടെ നഗരങ്ങൾ ശക്തിപ്പെടുത്താൻ തുടങ്ങി. ഇക്കാലത്തെ സാഹിത്യകൃതികൾ സൂചിപ്പിക്കുന്നത് അവയിൽ ഭൂരിഭാഗവും താമസിച്ചിരുന്നത് പുര എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിലാണ്. ആ സ്ഥലത്തിന് പറയുന്ന പേരാണത് പുര എന്നത്. ഈ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നവർക്ക് സ്വന്തമായ സൈന്യവും ഉണ്ടായിരുന്നു. പുരകളിലെ ഭരണാധികാരികൾക്ക് സ്വന്തമായ സൈന്യവും ഉണ്ടായിരുന്നു. ഇനി ഗണസംഘം. രാജഭരണ രാജ്യങ്ങളും രാജഭരണേതര രാജ്യങ്ങളും ഈ മഹാജനപദങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. 16 ഉണ്ടല്ലോ അതിൽ. അവ ഗണസംഘം അഥവാ റിപ്പബ്ലിക്കുകൾ എന്ന് അറിയപ്പെട്ടു. ഇവിടെ അധികാരം ഒരു കൂട്ടം ആളുകൾക്കിടയിലാണ് വിതരണം ചെയ്യപ്പെട്ടിരുന്നത്. ഈ ഗണസംഘങ്ങൾക്ക് 2 തരം സാമൂഹിക തലങ്ങളാൽ നിർമ്മിതമായിരുന്നു. ഉന്നത ഭരണവർഗമായ ക്ഷത്രിയ രാജകുല വംശവും അടിമകളും തൊഴിലാളികളും അടങ്ങുന്ന ദശകർമ്മക്കാർ എന്നാ പറയുക കേട്ടോ, ആണ് ഈ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഗണപതി അഥവാ ഗഹപതിയുടെ കൈകളിലായിരുന്നു. അക്കാലത്ത് പാരമ്പര്യ രാജവാഴ്ച ഇല്ലായിരുന്നു എന്നതിന് തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. ഇനി മൊണാർക്കിയാണ്, രാജവാഴ്ച. ഇക്കാലത്ത് സ്ഥിരമായി നിലനിന്നിരുന്ന രാജവാഴ്ചകൾ രാജവാഴ്ച ഇല്ലാത്തവയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് 2 തരം ഉണ്ടായിരുന്നു, രാജവാഴ്ച ഉള്ളതും ഇല്ലാത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ രാജവാഴ്ച സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതിൽ അവരുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അവിടെ ഒരു പ്രത്യേക പ്രദേശത്ത് ഭരിക്കുന്ന ഭരണാധികാരിയിൽ നിന്ന് നിയന്ത്രണം തലമുറകളിലേക്ക് കൈമാറി. അതായത് അത്തരം പ്രദേശങ്ങളിൽ പ്രഭുക്കന്മാർക്കോ കൂട്ടായ വംശ വ്യവസ്ഥിതിക്കോ അവിടുത്തെ യാതൊരു കാര്യങ്ങളിലും പങ്കില്ല. മാത്രമല്ല, ഉറപ്പുള്ള നഗരങ്ങളും തങ്ങളുടെ പ്രജകളെയും സ്വത്തുക്കളെയും സംരക്ഷിക്കുന്ന നിലയുറപ്പുള്ള സൈന്യങ്ങളും ഒരു രാഷ്ട്രം പോലെ ഏറെക്കുറെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ പ്രാദേശിക അതിർത്തികൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള വിപുലീകരണ പ്രവർത്തനങ്ങളിൽ ആളുകൾ ഏർപ്പെട്ടിരുന്നതുകൊണ്ട് സുസജ്ജമായൊരു സൈന്യത്തെ ഭരണാധികാരികൾ നിലനിർത്തിയിരുന്നു. ഇനി ലീഗൽ സിസ്റ്റം, നിയമ സംവിധാനം. രാജഭരണമുള്ള പ്രദേശങ്ങളിൽ ക്രമസമാധാന പാലനത്തിന് പോലീസും നിയമോപകരണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ നാവികസേനയെക്കുറിച്ച് പരാമർശങ്ങൾ കാണുന്നില്ല. എന്നാൽ അയൽരാജ്യങ്ങളുമായുള്ള യുദ്ധസമയത്ത് അവർ നിലവിലുള്ള അതായത് കാലാൾപ്പടയുടെ 4 മടങ്ങ് ഡിവിഷനുകൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ ആ സമയത്ത് ആളുകളെ സൈന്യത്തിലേക്ക് നിർബന്ധിച്ചെടുത്തിട്ടത് ചെയ്തിരുന്നു. പിന്നെ അടുത്തത് വരുന്നത് റവന്യൂ ആണ്. അവരുടെ വരുമാന സ്രോതസ് എന്താണ്? ഈ ഭരണ സംവിധാനത്തിന് കീഴിൽ നമ്മൾ എഴുത്തുകാർ, കരകൗശല ഉദ്യോഗസ്ഥർ, അതുപോലെ കലാകാരന്മാർ തുടങ്ങിയ പ്രൊഫഷണലുകളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്, കൃഷിയിൽ നിന്ന്, വ്യാപാര പ്രവർത്തനങ്ങളിൽ നിന്ന് മികച്ച വരുമാനം ലഭ്യമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഭാഗങ്ങളുടെ രൂപം കൊള്ളൽ സാധ്യമാവുകയുള്ളൂ. കാർഷിക പ്രവർത്തനങ്ങളും അവയുടെ ലാഭവും പാണിനി നന്നായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ. അവിടെ അദ്ദേഹം കൃഷി ചെയ്ത ഭൂമിയെ സുഹാലി എന്നാണ് വിളിച്ചിരുന്നത്.
കൃഷിക്ക് ഉപയുക്തമായ ഭൂമിയെ പാണിനി ഗ്രന്ഥത്തിൽ സുഹാലി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഭൂമിയിൽ നിന്നുള്ള വരുമാനവും ഉണ്ടായിരുന്നു, പിന്നെ ഇത്തരത്തിലുള്ള പ്രൊഫഷണലൈസ് ചെയ്യപ്പെട്ട തൊഴിലാളികളിൽ നിന്നുള്ള നികുതി രൂപത്തിലുള്ള വരുമാനവും ലഭ്യമായിരുന്നു. പിന്നെ സെക്കൻഡ് അർബനൈസേഷൻ, അടുത്തത് രണ്ടാം നഗരവൽക്കരണം. അതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ജനങ്ങൾ ഹാരപ്പൻ നാഗരികതയ്ക്ക് ശേഷം അതേ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു നഗരവൽക്കരണത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ഈ മഹാജനപദങ്ങളുടെ രൂപീകരണത്തോട് കൂടിയിട്ട്. ഈ പ്രത്യേക കാലഘട്ടത്തെ രണ്ടാം നഗരവൽക്കരണം എന്നാണ്, സെക്കൻഡ് അർബനൈസേഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള ആര്യന്മാരുടെ വരവ് അതിൻ്റെ എല്ലാ അന്തർലീനമായ വിശദാംശങ്ങളോടുകൂടി തിരികെ കൊണ്ടുവരുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ട നഗര സംസ്കാരമാണ് ഇപ്പോൾ ഈ മഹാജനപദങ്ങളിലൂടെ സാധ്യമായിട്ടുള്ളത്. ജനസംഖ്യാ വളർച്ച, നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും ആവിർഭാവം, ഉൽപ്പാദന വർധന, വ്യാപാരം, കാർഷിക മിച്ചം, കാര്യക്ഷമമായ ഭരണ സംവിധാനം എന്നിവ മഹാജനപദങ്ങളുടെ കാലഘട്ടത്തിലെ രണ്ടാം നഗരവൽക്കരണത്തിൻ്റെ മുഖമുദ്രയായിട്ടാണ് കണക്കാക്കുന്നത്. സിന്ധു നദിയുടെ തീരത്തുടലെടുത്ത ഗംഗാ താഴ്വരയിലും പരിസരങ്ങളിലുമായിരുന്നു ഈ നഗരവൽക്കരണത്തിൻ്റെ പ്രധാന സ്ഥലം. മഗധ, കോസലം, കൗസാംബി, ശ്രാവസ്തി തുടങ്ങിയ മഹാജനപദങ്ങൾ രാഷ്ട്രീയ ശക്തി കേന്ദ്രങ്ങളായിട്ട് ഉയർന്നു വന്നപ്പോൾ ഉജ്ജയിനി, വാരാണസി, സുരസേന, ചമ്പ, രാജഗ്രഹം, അസ്മാക, കാശി, കാന്താര മുതലായവ വ്യാപാര പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്ന വാണിജ്യ കേന്ദ്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളുമായിട്ട് മാറി, അങ്ങനെ പ്രവർത്തിച്ചു. ഇനി പ്രൊഫഷണലൈസ്ഡ് ഓക്യുപ്പേഷനാണ്. പ്രൊഫഷണലൈസ് ചെയ്ത തൊഴിലുകൾ എന്തൊക്കെയാണ്? മരപ്പണിക്കാർ, ലോഹപ്പണിക്കാർ, അതുപോലെ വാഹന നിർമ്മാതാക്കൾ, തട്ടാന്മാർ, ഇതൊക്കെ പേരുണ്ട് കേട്ടോ. അപ്പോൾ മരപ്പണിക്കാരാണെങ്കിൽ പലകണ്ട, ലോഹപ്പണിക്കാരെ അവർ വിളിച്ചത് കമ്മാര, വാഹന നിർമ്മാതാക്കളെ യാനകര, തട്ടാന്മാരെ ചുവന്നകര എന്നർത്ഥത്തിൽ സുവർണ്ണകര, പിന്നെ ഞാങ്ങണ നിർമ്മാണ തൊഴിലാളികളെ നളകര, പിന്നെ കുശവന്മാരെ കുംഭകര, എഴുത്തുകാരൻ ലേഖ, നടന്മാരെ നട, അങ്ങനെ തുടങ്ങിയ പ്രൊഫഷണലൈസ് ചെയ്ത തൊഴിലുകളുടെ അഭിവൃദ്ധിയും ഉണ്ടായിട്ടുണ്ട് മഹാജനപദങ്ങളുടെ കാലത്ത്. ഈ രാജ്യങ്ങളിലെ നർത്തകർ നടൻഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. അവർ അക്രോബാറ്റുകൾ ഉണ്ടായിരുന്നു, അവരെ ലംഘിക്, ഡ്രമ്മർമാരുണ്ടായിരുന്നു, ഡ്രമ്മ് കൊട്ടുന്നവർ, അവരെ പിന്നെ കുംനാഹ് തുണിക എന്നവർ, വൈദ്യന്മാരെ ഭിക്ഷകരന്മാരുടെ ഭിക്ഷക തുടങ്ങിയ സേവനങ്ങളും അവരുടെ ഉൽപ്പാദനങ്ങളും ഒക്കെ രാജ്യത്തിന് ലഭ്യമായിരുന്നു. പിന്നെ ടൗൺ പ്ലാനിങ്, നഗരാസൂത്രണവും കോട്ടകളും രാജ്യത്തുടനീളം തലങ്ങും വിലങ്ങും കാണാൻ പറ്റിയിരുന്നു എന്നാണ് പറയുന്നത്. കൊത്തളങ്ങളും കിടങ്ങുകളും വ്യാപകമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് കണ്ടെത്തലുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഗ്രാമത്തിൻ്റെ സ്ഥിരതയെക്കുറിച്ചും ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പ്രിൻസിപ്പാലിറ്റികളിലെ നിഗമ അഥവാ മാർക്കറ്റ് ടൗണ്, നഗരം എന്നിവ പൊതുജനങ്ങൾക്ക് അവരുടെ ഉദ്ദേശങ്ങൾക്കായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതായിരുന്നു. ബുദ്ധമത സ്രോതസ്സുകളും അതുപോലെ തന്നെ നഗരങ്ങളുടെ നിലനിൽപ്പിനെക്കുറിച്ച് വിവരം നൽകുന്നുണ്ട്. നഗരങ്ങളുടെ ഉയരവും അവയുടെ ഉപയോഗവും അടിസ്ഥാനമാക്കി മഹാനഗരങ്ങൾ, അകനഗരങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് നഗരങ്ങൾ. കാലാകാലങ്ങളിൽ ഈ സ്ഥലങ്ങളെ ബാധിക്കുന്ന വേട്ടക്കാർക്കും മറ്റു തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കുമെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ പ്രാഥമിക രേഖയായിട്ട് പ്രവർത്തിച്ച കോട്ട നഗരങ്ങളെ ദുർഗ എന്നാണ് വിളിച്ചിരുന്നത്. ഇനി ടൗൺസ് ആൻഡ് സിറ്റീസാണ്, പട്ടണങ്ങളും നഗരങ്ങളും. പട്ടണങ്ങൾക്കും നഗരങ്ങൾക്കും വളരെ കൃത്യമായ വ്യതിരിക്തമായ അതിരുകൾ നിശ്ചയിച്ചിരുന്നു. ഈ മഹാജനപദങ്ങളിൽ അതിലെ അന്തേവാസികൾക്കോ പ്രജകൾക്കോ നൽകിയ സൗകര്യങ്ങളെ നന്നായി ചിട്ടപ്പെടുത്തിയ അഴുക്കുചാൽ സംവിധാനമാണ് ഏറ്റവും നല്ലൊരു സംവിധാനം എന്ന് പറയുന്നത്. ചുട്ടഷ്ടികൾ കൊണ്ട് നിർമ്മിച്ച വീടുകൾ, വളയങ്ങളോട് കൂടിയ കിണറുകൾ, കൂടാതെ ജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളോടുകൂടി യാത്ര ചെയ്യാനുള്ള റോഡുകൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് റോമില താപ്പർ പറയുന്നുണ്ട്. പിന്നെ 16 മഹാജനപദസ്, 16 മഹാജനപദങ്ങളെക്കുറിച്ചാണ്. ആദ്യത്തേത് വൃജ്ജി അല്ലെങ്കിൽ വജ്ജി എന്ന് പറയും. ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച മഹാജനപദങ്ങളിൽ ഒന്നായിട്ടാണ് വൃജ്ജിയെ കണക്കാക്കുന്നത്. ജനങ്ങൾക്ക് ഭരണകാര്യത്തിലും രാഷ്ട്രീയ കാര്യങ്ങളിലും അവിടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. മറ്റ് മഹാജനപദങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വജ്ജി ഒരു റിപ്പബ്ലിക്കായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി വജ്ജി എന്ന വാക്കിൻ്റെ അർത്ഥം ജനപാലന നാടോടികളുടെ കൂട്ടായ്മ എന്നാണ് കേട്ടോ. എന്താ അജപാലന നാടോടി, അജപാലനം എന്ന് പറഞ്ഞാൽ എന്താ? കന്നുകാലികളെ മേയ്ക്കുന്ന നാടോടികളുടെ കൂട്ടം. ഇനി മല്ലാസ് എന്ന് പറയും. മല്ലാസ് മറ്റൊരു റിപ്പബ്ലിക്കാണ്, വജ്ജി പോലെയുള്ള മറ്റൊരു റിപ്പബ്ലിക്കാണ്. തുല്യ പ്രാധാന്യമുള്ള 9 വംശങ്ങൾ ആധിപത്യം പുലർത്തുന്ന ഒരു ഭരണ വ്യവസ്ഥിതിയാണ് മല്ലാസിലുണ്ടായിരുന്നത്. തപ്തി, ഗണ്ഡക്, ഗംഗ തുടങ്ങിയ നദികൾ ഈ പ്രദേശത്തെ പോഷകമുള്ളതാക്കി. ഇതിൻ്റെ തലസ്ഥാനമായത് കുശിനഗരം കേട്ടോ. കുശിനഗരമാണ് മല്ലാസിൻ്റെ തലസ്ഥാനമായിട്ട് കണക്കാക്കിയിരുന്നത്. ഇനി അടുത്തത് ചേതി. മഹാഭാരതത്തിൻ്റെ ഇതിഹാസവുമായി ബന്ധപ്പെട്ട ശ്രീകൃഷ്ണൻ്റെയും ശിശുപാലൻ്റെയും കഥയുമായി ബന്ധപ്പെട്ട പരാമർശം കണ്ടെത്താൻ കഴിയുന്ന ഒരു രാജ്യമാണ് ചേതി.
ഈ പ്രദേശം കൂടുതൽ ഫലഭൂഷ്ടവും കാർഷിക ഗാർഹിക പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യവുമായിരുന്നു എന്ന് പറയപ്പെടും. യമുന, കെനു തുടങ്ങിയ നദികൾ അതിലൂടെയാണ് ഒഴുകിയിരുന്നത്. അതാണ് അതിൻ്റെ ഫലപുഷ്ടിക്ക് കാരണം. ഇനി അടുത്തത് അവന്തിയാണ്. ഇന്നത്തെ ഗുജറാത്ത്, മാൾവ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന അവന്തി രാജ്യത്തിന് ഫലഭൂഷ്ടമായ മണ്ണ്, സമൃദ്ധമായ വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തു. ഈ പ്രദേശം ഇരുമ്പ് നിക്ഷേപങ്ങൾ കൊണ്ടും സമ്പന്നമായിരുന്നു. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത അതിന് പല ജനപദങ്ങൾക്ക് 2 തലസ്ഥാനങ്ങളുണ്ട് കേട്ടോ. 2 തലസ്ഥാനങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി വത്സ എന്ന് പറയുന്നത് വത്സ രാജ്യം പലപ്പോഴും കുരുവംശവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് മഹാഭാരത ഇതിഹാസത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. പ്രകൃതി പ്രതിഭാസങ്ങളെ തുടർന്ന് ഇവർ ഹസ്തിനപുരിയിലേക്ക് കുടിയേറിയെന്നാണ് പുരാതന ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരിലെ പ്രധാന ഭരണാധികാരികളിൽ ഒരാളാണ് ജ്യോതിരാജ്യത്തിലെ പ്രത്യോതയുടെ മകളെ വിവാഹം കഴിച്ച ഉദയനൻ. ഇനി കുരുവാണ്. ബുദ്ധമത രേഖകൾ പ്രകാരം കുരു രാജ്യം ഭരിച്ചത് യുദ്ധിതില ഗോത്രം. ഏതാണ്? യുദ്ധിതില ഗോത്രക്കാരാണ്. യമുന നദിയുടെ തീരത്തുള്ള ഹസ്തിനപുര, ഇന്ദ്രപ്രസ്ഥ, ഇന്നത്തെ ഡൽഹി എന്നിങ്ങനെ 2 തലസ്ഥാനങ്ങൾ ഈ പ്രദേശത്തിനും ഉണ്ടായിരുന്നു. ഇനി പാഞ്ചാല രാജ്യത്തേക്ക്. കുരു രാജ്യത്തോട് ചേർന്ന് കിടക്കുന്നതാണ് പാഞ്ചാല. വടക്ക് അഹിഛത്ര, തെക്ക് കാംബിലിയ എന്നിങ്ങനെ ഇതിന് 2 തലസ്ഥാനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പല മഹാജനപദങ്ങൾക്ക് 2 തലസ്ഥാനങ്ങൾ വീതമുണ്ട്. രാമായണത്തിലും മഹാഭാരതത്തിലും ഈ പ്രദേശത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ചുളനി, ദ്രുപദ തുടങ്ങിയ ഭരണാധികാരികൾ ഇവിടെ ഭരിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നു. ഇനി സുരസേന. പ്രവിശ്യകൾ, മഹാഭോജകൾ, പൃശ്രികൾ കേട്ടോ, മഹാഭോജികൾ, അന്തകർ തുടങ്ങിയ ഉപവിഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ട ഒരു മഹാജനപദം. അത്തരത്തിലുള്ള ഉപവിഭാഗങ്ങൾ അടങ്ങിയ ഒരു മഹാജനപദമാണ് ഇത് സുരസേന. പുരാതന ഗ്രീക്ക് ഗ്രന്ഥങ്ങളിൽ ഈ പ്രദേശത്തെക്കുറിച്ച് പരാമർശമുണ്ട്. പാണിനി എഴുതിയ അഷ്ടാധ്യായി പ്രകാരം മധുര ഇന്ത്യൻ വ്യാപാര പാതകൾ തമ്മിലുള്ള ഒരു സംയോജന മേഖലയായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി മത്സ്യരുടെ തലസ്ഥാനമായ വിരാട് നഗരത്തെ മഹാഭാരതത്തിൽ പരാമർശിക്കുന്നുണ്ട്. പാണ്ഡവർ തങ്ങളുടെ വനവാസത്തിൻ്റെ അവസാന വർഷം വേഷപ്രച്ഛന്നരായിട്ട്, അതായത് വേഷം മാറിയിട്ട് ചിലവഴിച്ചൊരു സ്ഥലമാണ് മത്സ്യ എന്ന് പറയും കേട്ടോ. ഇന്നത്തെ രാജസ്ഥാനിലെ ഭരത്പൂരാണ് ഈ പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇനി അടുത്തത് അസ്മക ഓർ അസ്വക. മധ്യദേശങ്ങൾ എന്നറിയപ്പെടുന്ന മധ്യഗംഗാ സമതലങ്ങളുടെ വലയത്തിന് പുറത്തുള്ള മഹാജനപദമാണ് അസ്മക അല്ലെങ്കിൽ അസ്വക. പ്രതിസ്ഥാന, പൊട്ടാലി എന്നീ 2 തലസ്ഥാനങ്ങൾ ഈ നഗരത്തിനും ഉണ്ടായിരുന്നു. ഇനി അടുത്ത് വരുന്നത് ഗാന്ധാര. ആധുനിക പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടുന്നതാണ് ഗാന്ധാര. ഈ പ്രത്യേക പ്രദേശം കാബൂൾ നദിയുടെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹസ്തിനപുരിയിലെ രാജാവായ ധൃതരാഷ്ട്രനെ വിവാഹം കഴിച്ച ഗാന്ധാരി എന്ന രാജ്ഞിയെക്കുറിച്ച് മഹാഭാരതം പോലുള്ള ഇതിഹാസങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. ഈ രാജ്ഞിയുടെ പേരിലാണ് ആ പ്രദേശം അറിയപ്പെടുന്നത് കേട്ടോ. ഇനി കംബോജ. ആധുനിക പാകിസ്ഥാൻ, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ, ഹിന്ദുക്കുഷ് എന്നിവിടങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കംബോജ എന്ന് പറയുന്നത്. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ഇതൊരു ഒട്ടും സംസ്കാരമില്ലാത്ത സ്ഥലമായിട്ടാണ് പരാമർശിക്കുന്നത്. അയൽരാജ്യങ്ങളുമായുള്ള സമ്പർക്കക്കുറവും അവരുടെ പ്രദേശത്ത് ലഭ്യമായ വിഭവങ്ങളുടെ വിനിയോഗത്തിൻ്റെ അഭാവവുമാണ് അതിനെ ഈ രീതിയിൽ മറ്റ് മഹാജനപദങ്ങളുടെ ഒപ്പം എത്തിക്കാൻ കഴിയാതെ പോയത്. കംബോജ കേട്ടോ. ഇനി മഗധ. അതാണ് അതിലേറ്റവും പ്രബലനായിട്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറയാം മഗധയെ. നമുക്ക് ഇരുമ്പയിരിൻ്റെ സമൃദ്ധമായ നിക്ഷേപം കാരണം മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏതായിരുന്നു? മഗധയായിരുന്നു. കൂടാതെ കാർഷിക പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്ന ഏറ്റവും ഫലപുഷ്ടമായ ഭൂമി എവിടെ ഉണ്ടായിരുന്നു? മഗധയിൽ ഉണ്ടായിരുന്നു. വാണിജ്യ പ്രവർത്തനങ്ങളിൽ കാലാകാലങ്ങളിൽ അതിൻ്റെ സാമ്പത്തിക ക്ഷേമത്തിന് കൂടുതൽ സംഭാവന നൽകി. ബിംബിസാരനെ പോലെ, അജാതശത്രു ബിംബിസാരനൊക്കെ പോലെയുള്ള ശക്തരായ ഭരണാധികാരികൾ ഭരണം നടത്തിയ മഹാജനപദമാണ് മഗധ. കണ്ടക്, സൺ തുടങ്ങിയ നദികളും ഇതിനെ ഫലപുഷ്ടമായി, ഗംഗ ഒക്കെ കേട്ടോ ഇതിലുൾപ്പെടും. ഇവർ കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കി സാമ്രാജ്യം വിപുലീകരിച്ച് ബിംബിസാരൻ വിവാഹബന്ധങ്ങളിലൂടെയും കീഴടക്കലിലൂടെയുമാണ് സാമ്രാജ്യ വികസനം നടത്തിയത്. അപ്പോൾ ഇതൊക്കെയാണ് മഗധയെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇനി അംഗരാജ്യം. പാടലിപുത്രയാണ് അംഗരാജ്യത്തിൻ്റെ തലസ്ഥാനം. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രധാന കേന്ദ്രവും ഈ പാടലിപുത്രം തന്നെയായിരുന്നു. അക്കാലത്തെ വാണിജ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു അംഗ. ഇനി കാശി. ബുദ്ധമത ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് ജാതക കഥകൾ ഈ പ്രദേശത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. അയൽരാജ്യമായ കോസലവുമായി ഇവർ നിരന്തരം മത്സരിച്ചു അല്ലെങ്കിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇനി കോസലം. ശ്രാവസ്തി, കുശാവതി എന്നീ പേരുകളിൽ 2 തലസ്ഥാന നഗരങ്ങൾ ഏതിനുണ്ട്? കോസലത്തിനുണ്ട്. വടക്കൻ കോസലയുടെ തലസ്ഥാനം ശ്രാവസ്തിയായിരുന്നു. തെക്ക് ഭാഗം കുശാവതിയും. 2 തലസ്ഥാനങ്ങളോട് കൂടിയ മറ്റൊരു മഹാജനപദമാണ്.
മഹാജനപദ കാലഘട്ടം BC 3-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെയാണ് അവസാനിച്ചത്. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. കുറച്ചധികം എല്ലാ മഹാജനപദങ്ങളും അത്രയ്ക്ക് അങ്ങ് കാണാൻ പഠിക്കേണ്ട, എന്നാലും ആ 16 ഏകദേശമൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയും വേണം കേട്ടോ. ഓക്കെ, താങ്ക്സ്.